ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സീനയാണേ. ഇപ്പം നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് കേട്ടോ. ഇത് തൃപ്പൂണിത്തുറ മരട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ അവിടെ വന്ന് നിന്നിട്ട് എന്താ പറയുക, വർക്കില്ലാത്തൊരു ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി നിൽക്കുക കുറച്ച് ദിവസം, ഒരു ദിവസമെങ്കിലും പോയി നിൽക്കുക. ഞങ്ങൾ ഫിലിം കാണാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്ന ദിവസമായിരുന്നു. അപ്പോൾ അങ്ങനെ പോയതാണ്. രാവിലെ എണീറ്റു, ബാക്കിയുള്ളവരൊക്കെ ഉറക്കമായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റു, ചായ കുടിച്ചു. ഞാനിപ്പോൾ ഇങ്ങനെ വർക്കിന് പോകാൻ വേണ്ടിയിട്ട് രാവിലെ എണീക്കണ കൊണ്ട് ഓട്ടോമാറ്റിക്കലി ആ ടൈം ആകുമ്പോൾ എണീറ്റ് പോണേ. അപ്പോൾ എണീറ്റു തുളസിയിലയും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ഒരു കട്ടൻ ചായ കുടിച്ചു. നല്ലൊരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ ആ ചായ രാവിലെ കുടിച്ചപ്പോഴത്തേക്കും. ഞാൻ കുറച്ച് നേരം രാവിലെ ഫ്രണ്ടിലൊക്കെ പോയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരുടെ വീടിൻ്റെ പുറകുവശത്താണ് ഇത്. അവിടെ പോയി കുറച്ച് നേരം ഇരുന്നു. എന്നിപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും രാവിലെ എണീറ്റു, അപ്പം ചെറിയ രീതിയിലെങ്കിലും കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവളവിടെ ഫ്രണ്ട് ചപ്പാത്തി വാങ്ങിച്ചിട്ടുണ്ട്, മറ്റേ ഇൻസ്റ്റൻറ്റ് ചപ്പാത്തി ഇല്ലേ, അത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് തക്കാളിയൊക്കെ ഇരുന്ന് വെച്ചപ്പോൾ ഞാൻ വെച്ചാൽ കറി വെക്കാം, തക്കാളി റോസ്റ്റ് ചെയ്തതും പിന്നെ ചപ്പാത്തിയും കൂടി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. വേറെ അവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉള്ളത് കൊണ്ട് ഓണം പോലെ അങ്ങനെ ലളിതമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ വിചാരിച്ചിട്ട് രാവിലെ കയറി കുക്ക് ചെയ്തു. എനിക്കത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരുപാട് നാളുകൾക്ക് ശേഷം ഇങ്ങനെ ചെയ്യണതുകൊണ്ട് ഭയങ്കര ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്തിട്ടോ. ഉച്ചക്കും വൈകുന്നേരത്തൊക്കെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുമെങ്കിലും രാവിലെ അങ്ങനെ ഫുഡ് ഉണ്ടാക്കാറില്ല. കാരണം അമ്മ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കി വെക്കും, പോയിരുന്ന് തിന്നാൽ മതി. ഇപ്പം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് നല്ല സുഖമാണ്. എന്നാലും ചെറിയ ചെറിയ ജോലികളല്ലേ ഉണ്ടാവുള്ളൂ, പാത്രം കഴുകുക, ഡ്രസ്സ് അലക്കുക, അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പോയി കുളിക്കാമെന്ന് വിചാരിച്ചു. മൊത്തം വിയർത്തിരിക്കണേണ്. പിന്നെ ഡ്രസ്സ് കഴുകിയിടണം. ഞാനാകെ ആ ഒരു ഡ്രസ്സേ എടുത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രണ്ട് എണീറ്റു. ഞങ്ങൾ ഉച്ചക്കത്തേക്ക് കറിക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കാൻ വേണ്ടി പോയി. മീൻ വാങ്ങിച്ചില്ല, ചിക്കൻ വാങ്ങിച്ചു. പിന്നെ എനിക്ക് അവനൊരു ജ്യൂസും വാങ്ങിച്ചു തന്നു കേട്ടോ, എന്തോ ഒരു ഷെയ്ക്ക്, വാനില ഫ്ലേവറുള്ളൊരു ഷെയ്ക്ക്. അപ്പോൾ അവിടെ വെച്ച് കണ്ടിട്ടോ ഇയാളാണ്. എൻ്റെ പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കൈ കൊടുത്തിട്ട് ഞാൻ ഷെയ്ക്കാൻ്റെ ഓരോന്ന് വെച്ചപ്പോൾ എനിക്ക് ഷെയ്ക്കാൻ്റെ തന്നു. ആ കടയിലുള്ള ചേട്ടൻ പറഞ്ഞിരുന്നു ആദ്യമായിട്ടാണ് ഇയാളിങ്ങനെ, ജനിച്ചിട്ട് കുറച്ചായിട്ടുള്ളൂ, ആദ്യമായിട്ടാണ് അങ്ങനെയൊക്കെ കാണിക്കണം. അപ്പോൾ അവർക്കും ഭയങ്കര അതിശയം, എനിക്ക് അതിശയപ്പോയി. ഭയങ്കര സ്നേഹം തോന്നി. പക്ഷെ നമുക്ക് വീട്ടിലോട്ടൊന്നും കൊണ്ടുവരാൻ പറ്റില്ല, കാരണം റെൻറ്റിന് താമസിക്കണല്ലേ. അപ്പോൾ മേളിലും കൂടിയാണ് താമസിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കൊണ്ടുവരാനൊന്നും പറ്റില്ലായിരുന്നു, അല്ലാതെ കൊണ്ടുവരായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്നിട്ട് അവളാണ് കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്ത് കറി വെക്കാമെന്ന് പറഞ്ഞു. ചോറ് മാത്രമേ വെച്ചുള്ളൂ, പിന്നെ കറി അവളായിരുന്നു. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ ഇട്ട് കഴിച്ച്, ലവർ എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിമാണ് കേട്ടോ ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാനും ഫ്രണ്ടും കൂടി ഒരു വാച്ച് ശരിയാക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിച്ച് കഴിഞ്ഞിട്ട് നേരെ ഫ്രണ്ടിൻ്റെ സ്വന്തം വീട്ടിലോട്ട് പോയിട്ട്, അപ്പോൾ അവിടെ അവർക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ സോഡയൊക്കെ അടിച്ച് സപ്ലൈ ചെയ്യണ ഒരു ഇതുണ്ട്, ചെറിയൊരു ബിസിനസ് പോലെയുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇന്നിപ്പോൾ ഇവിടെ ഇങ്ങോട്ട് വന്നു ഒന്ന് അവരെ ഹെൽപ്പ് ചെയ്യാമെന്ന് വെച്ചാൽ, അച്ഛന് തീരെ സുഖമില്ലാണ്ടിരിക്കണോണ്ട് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബെനിഫിറ്റ് ഉണ്ടായിട്ടൊന്നുമല്ല, നമ്മൾ ജസ്റ്റ് ഫ്രണ്ടിന് വേണ്ടിയിട്ടൊരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ ഞങ്ങളായിരുന്നു കേട്ടോ സോഡ സപ്ലൈ ചെയ്തത് ഷോപ്പിലോട്ടൊക്കെ. ഭയങ്കര എനിക്കതൊരു എന്താ പറയുക, ആദ്യമായിട്ട് ചെയ്യണോണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ഇതുണ്ടായി. പിന്നെ പോയിട്ട് വീട്ടിൽ വന്ന് കുളിച്ചു, ഡ്രസ്സ് അലക്കിയിട്ട് ഡ്രസ്സ് എടുത്തിട്ടു, റെഡിയായി. ഞങ്ങൾ ഫിലിമിന് പോയി, വർഷങ്ങൾക്ക് ശേഷം എന്നിട്ടുള്ള ആ സിനിമ കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മൊത്തം പടക്കം പൊട്ടിക്കലായിരുന്നു കേട്ടോ. എൻ്റെ ദൈവമേ, ഓരോരോ ഭ്രാന്തൊക്കെ ആയിരുന്നു. ചക്രം കത്തിക്കുന്നു, പിന്നെ മറ്റേ പൂത്തിരി ചരിച്ചിട്ട് കത്തിക്കുന്നു, എല്ലാവരും മേത്ത് തീ വരക്കുന്നു, അങ്ങനത്തെ കുറേ പണിയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അത് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, പിന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ശ്രമിക്കുക. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. അപ്പോൾ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ഞാൻ സ്വീകരിക്കാം. ഓക്കെ. പിന്നെ നിങ്ങളുടെ വിഷു ഒക്കെ എങ്ങനെ ഉണ്ടായെന്ന് പറയണേ. ഞങ്ങളുടെ വിഷു ഭയങ്കര കോമഡിയായിരുന്നു. അപ്പോൾ എല്ലാം കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ, നിങ്ങളുടെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.